സാർ ഉടൻ തന്നെ അവർ ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണുള്ളത്. അവരൊരു 3/4 മണിക്കൂറോടെ തിരിച്ചെത്തും, ഇവിടെ എത്തുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അവിടെ സംഘങ്ങളോട് സംസാരിച്ചപ്പോൾ അവർക്ക് വേറെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. നമ്മൾ മെഡിക്കൽ ടീമിനോട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവർ നടന്നുകൊണ്ടിരിക്കുക. ആരോഗ്യവതികളാണ് 3 പേരും. ആരോഗ്യവതികളാണ് 3 പേരും ആരോഗ്യവതികൾ. ഈ നമ്മുടെ സംഘം അവരെ കണ്ടെത്തുന്നത് എവിടെന്നാന്നുള്ള വിവരം കിട്ടിയിരുന്നു. പാറക്കൂട്ടത്തിന് മുകളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവർ സേഫായിട്ട് കയറി ഇരിക്കുവായിരുന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരിപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് സഹായങ്ങളൊന്നും ആവശ്യമില്ല, നടന്നു വരാൻ കേപ്പബിൾ ആണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മളിവിടെ മെഡിക്കൽ സംഘത്തെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അവർ കണ്ടെത്തിയെന്നുള്ള എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടിയോ, അതെയോ സുരക്ഷിതരാണെന്നുള്ളൊരു കാര്യം വിവരം മാത്രമേ അറിഞ്ഞുള്ളൂ. കൂടുതൽ അവിടെ ചോദിച്ചില്ല. അവർ ഫോണിൽ ലൈവാണ് കിട്ടുന്നുണ്ട്. അവർ വരുമ്പോഴാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. ബാക്കി പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റിന്റെ ടീമും അകത്തുണ്ട്. അവർ തിരിച്ചു വന്നു. അവർ പല ടീമുകളുടെ 2-3 ടീമുണ്ട്. ഫോറസ്റ്റിന്റെ പോലീസിന്റെ ഉദ്യോഗസ്ഥരൊക്കെ അകത്തുണ്ട്. അവർ മറ്റു ടീമുകളെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. വലിയൊരു ഉദ്യമമായിരുന്നു അല്ലേ? എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഏകോപിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ ഏകോപിച്ചുള്ള തെരച്ചിലായിരുന്നു. പോലീസ്, ഫോറസ്റ്റ്, അതുപോലെ ഫയർഫോഴ്സ്, പിന്നെ നാട്ടുകാരുടെ സഹായത്തിന്. ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഇപ്പോൾ ഇവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഈ മിസ്സായ ഒരാളുടെ മകനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അവരാണ് ഈ ഐഡന്റിഫൈ ചെയ്തത്, മിസ്സായ ആളുകളെ ഐഡന്റിഫൈ ചെയ്തത്. ഇവരുടെ ഫോണ് നമുക്ക് റേഞ്ചിൽ കിട്ടിയിരുന്നോ? അതാണോ സഹായകരമായത്? വൈകുന്നേരം 4:45 വരെയാണ് ഫോൺ കിട്ടിയിരുന്നത്. പക്ഷെ അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവരുടെ ബാറ്ററി തീർന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ പറഞ്ഞിരുന്നു ബാറ്ററി തീരാൻ പോവുകയാണെന്ന് അറിയിച്ചിരുന്നു. അതിനുശേഷം ഫോൺ ലൊക്കേഷൻ നോക്കി നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ നോക്കിയിരുന്നു. പക്ഷേ ഇവർ ഫോൺ സംസാരിച്ചപ്പോൾ ഏകദേശം ലൊക്കേഷൻ അവർ പറഞ്ഞിരുന്നു. ആ ഏരിയയിലാണ് രാത്രി കോൺസെൻട്രേറ്റ് ചെയ്താണ് സെർച്ച് നടത്തിയത്. ആ ഏരിയ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ 3/4 മണിക്കൂറോളം ഇങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത്രയും ഉൾക്കാടിലായിരുന്നു ഇവർ തങ്ങിയിരുന്നതല്ലേ? ആയിരുന്നു. ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഉൾക്കാടിലാണ് ഇവരുണ്ടായിരുന്നത്. അവരെ കണ്ടെത്തിയത് അവിടെ നിന്നാണ്. ഇന്നലെ ടീം പോയപ്പോൾ ആന കണ്ടു, തിരിച്ചു മടങ്ങേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പലരും മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഒക്കെ പറഞ്ഞു. അപ്പോൾ അത്രയും വന്യമൃഗശല്യമുള്ള ഒരു ഏരിയ കൂടിയാണ്. വന്യമൃഗശല്യമുള്ള ധാരാളം ആനകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. സുരക്ഷിതമായിട്ടെല്ലാം തന്നെ തിരിച്ച് മടങ്ങിയിരുന്നു. ഇപ്പോൾ ഏകദേശം കണ്ടെത്തി അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. 3/4 മണിക്കൂറിന് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വലിയ ആശ്വാസകരമായ വാർത്തയാണ്. ഏതാണ്ട് 4 കിലോമീറ്റർ ആശ്വാസകരമായ വാർത്ത, സന്തോഷകരമായ വാർത്ത. മനസാന്നിധ്യത്തോടെ രാത്രി അവിടെ കഴിച്ചു കൂട്ടാൻ അവർക്കായി എന്നതും, ഒപ്പം വളരെ ഊർജിതമായി എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു അന്വേഷണം, ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്താൻ കഴിഞ്ഞു എന്നതും ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്.